ഡൽഹിയിൽ വർഷകാല സമ്മേളനം പാർലമെന്റിൽ നാളെ അവസാനിക്കാനിരിക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഇന്ന് എത്തുമോ എന്നൊരു ചോദ്യമുള്ളത്. എത്താൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരും. ജാർഖണ്ഡ് വിദ്യാർത്ഥി പ്രതിഷേധം ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. MCRA നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. വർഷകാല സമ്മേളനം നാളെ അവസാനിക്കുകയാണ്. ഈ 16 ദിവസമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടേക്ക് എത്തിയിട്ടേയില്ല. അമിത്ഷായ്ക്ക് ഉത്തരം പറയേണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സഭാ സമ്മേളനം അവസാനിക്കുമ്പോഴെങ്കിലും അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എത്തി പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ അതിക്രമങ്ങളെക്കുറിച്ച്, വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും അതിക്രമങ്ങളെക്കുറിച്ചൊരു വാക്കുരിയാടുമോ? അതല്ല ഭരണപക്ഷം ഇത് ഉയർത്തിയാൽ ഇന്നലത്തെ പോലെ ജാർഖണ്ഡിൽ രാഹുൽ പോയില്ലല്ലോ എന്ന മറുവാദം ഉയർത്തിയായിരിക്കുമോ പ്രതിപക്ഷം പ്രതിരോധിക്കാൻ പോകുന്നത്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ എന്താണെങ്കിലും പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിൽ എത്തുമോ എന്നാണ് ഏറ്റവും വലിയ ആകാംക്ഷ. കഴിഞ്ഞ ദിവസങ്ങളൊന്നും സഭ സമ്മേളിച്ച്, കാരണം കഴിഞ്ഞ മാസം 20-നാണ് സഭാ സമ്മേളനം ആരംഭിച്ചത്. നാളെ അവസാനിക്കുന്നു. ഇത്രയും ദിവസമായിട്ടും ഇതുവരെ സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും സഭയിൽ അദ്ദേഹം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. എന്താണെങ്കിലും ഇന്നും ഇപ്പോൾ രാവിലെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വന്നാലും പ്രതിപക്ഷം വഴങ്ങില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയും ദിവസം വരാത്ത അമിത്ഷാ ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ പോകുമ്പോൾ വന്ന് മറുപടി പറയാൻ തയ്യാറാകേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നിലപാട്. അതുകൊണ്ട് ഏതായാലും വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാകും. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ MPമാരുടെ ഭാഗത്ത് അമിത്ഷാ എവിടെയെന്ന ചോദ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധം. അതിന് പിന്നാലെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ നടുത്തളത്തിൽ പ്രതിഷേധിക്കാനാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. രാവിലെ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം ഈ വിഷയങ്ങളൊക്കെ ഉയർത്തുമ്പോൾ ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഭരണപക്ഷം ആയുധമാക്കുന്നത്. ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ പ്രിയങ്ക ഗാന്ധിയോട് ഇക്കാര്യം ചോദിച്ചുകൊണ്ട് തട്ടിക്കയറുന്ന കണ്ടതാണ്. സമാനമായി തന്നെ ഇന്നും ഇപ്പോൾ ഈ വിഷയം ഭരണപക്ഷം ഉയർത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ ബഹളത്തിലേക്കടക്കം കാര്യങ്ങൾ പോകും. FCRA ബില്ലടക്കമുള്ള ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ സഭയിൽ ഈ ബില്ല് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും വലിയ പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെ വലിയ ബില്ലുകൾ കൊണ്ടുവരേണ്ട തീരുമാനം, അത്തരത്തിൽ ബില്ലുകൾ വേണ്ടെന്നൊരു തീരുമാനത്തിൽ സർക്കാർ എത്തിക്കുന്ന സൂചന പുറത്തേക്കുന്നു. അക്കാര്യത്തിൽ ഇന്നിപ്പോൾ തീരുമാനം ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ മുൻ അലഹാബാദ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോൾ ലോക്സഭയുടെ ടേബിളിൽ വെക്കുന്നുണ്ട്. എന്നാണെങ്കിലും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഇന്നിപ്പോൾ ബില്ലുകളും പാസ്സാക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നലെയൊക്കെ കേരളം ബില്ലൊക്കെ പാസ്സാക്കുമ്പോൾ ഒരു ചർച്ചയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഏറെക്കുറെ 6 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ബില്ല് പാസ്സാക്കുന്ന അപൂർവമായ കാഴ്ചയൊക്കെ നമുക്ക് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞു. ഇന്നും സമാനം തന്നെയായിരിക്കും സാഹചര്യം. എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നെങ്കിലും സഭയിൽ എത്തുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. വന്നാലും സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ്.